മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ, ഏകമായി വണങ്ങി പാടിടാമെന്നും. താൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ P.C. വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ശലോമോൻ്റെ സ്നേഹിതനായ സാബൂദ് എന്ന വ്യക്തിയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. ശലോമോൻ രാജാവിൻ്റെ സ്നേഹിതൻ എന്ന പദവി നാഥാൻ പ്രവാചകൻ്റെ മകനായ സാബൂദിന് ലഭിച്ചതായിട്ടാണ് നാം അവിടെ വായിക്കുന്നത്. ഒരുവൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അത്യുന്നതമായ ഒരു പദവിയാണ് രാജാവിൻ്റെ സ്നേഹിതനായിരിക്കുക എന്നുള്ളത്. ശലോമോൻ്റെ കൊട്ടാരത്തിൽ അനേകം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവരെക്കാളുമെല്ലാം ഉന്നതമായ ഒരു പദവിയാണ് സാബൂദിന് ലഭിച്ചത്. ഒരു പക്ഷെങ്കിൽ നാഥാൻ പ്രവാചകൻ്റെ മകനായതുകൊണ്ടായിരിക്കാം തനിക്ക് ആ പദവി ലഭിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണം, അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രം നമുക്ക് ഓർക്കുവാനായിട്ടുണ്ട്. ദാവീദ് രാജാവിൻ്റെ മരണസമയത്ത് അനന്തര കിരീടാവകാശം ശലോമോന് വാഗ്ദാനം ചെയ്തു. എങ്കിലും തൻ്റെ വേറെ ഒരു മകനായ അദോനിയാവ് സിംഹാസനം പിടിച്ചെടുക്കുവാൻ തന്ത്രങ്ങൾ മെനയുന്നു, അതിനുള്ള കരുക്കൾ നീക്കുന്നു എന്നുള്ള കാര്യം മണത്തറിഞ്ഞ ദൈവത്തിൻ്റെ പ്രവാചകൻ നാഥാൻ രാജാവായി ശലോമോനെ തന്നെ അഭിഷേകം ചെയ്യണമെന്ന് ദാവീദിനെ ഉപദേശിക്കുകയുണ്ടായി. അതിനു വേണ്ടതായ എല്ലാ ഒത്താശകളും ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ നാഥാൻ പ്രവാചകൻ്റെ ബുദ്ധിയോപദേശം മാനിച്ച്, അല്ലെങ്കിൽ നിർദ്ദേശം മാനിച്ച്, രാജസ്ഥാനം ശലോമോൻ എന്ന ആ വ്യക്തിക്ക് ദാവീദ് കൊടുക്കുകയാണ്. പ്രവാചകനോട് തനിക്കുള്ള കടപ്പാട്, നന്ദി, അത് വർണ്ണനാതീതമാണ്. എന്നാൽ ആ നന്ദി തനിക്ക് നാഥാൻ്റെ കുടുംബത്തോട് കാണിക്കണം എന്നുള്ളത് തൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നാഥാൻ്റെ മകനെ ശലോമോൻ രാജാവ് തൻ്റെ സ്നേഹിതൻ എന്ന ആ ശ്രേഷ്ഠ പദവി നൽകി ബഹുമാനിക്കുവാനായിട്ടിടയായി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ശലോമോൻ രാജാവിൻ്റെ സ്നേഹിതൻ എന്ന പദവിക്ക് ഇത്ര മാന്യതയുണ്ട് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതൻ എന്ന പദവി നമുക്ക് ലഭിക്കുമ്പോൾ അതെത്ര ഭാഗ്യമുള്ളതാണ്, എത്ര സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മാന്യത ഉള്ള മറ്റ് യാതൊരു പദവിയും ഇല്ല എന്നുള്ളത് നാം ചിന്തിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം
പറഞ്ഞിട്ടുണ്ടല്ലോ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ അടുത്ത സ്നേഹിതന്മാർ, അവർക്ക് എല്ലാ രഹസ്യങ്ങളും കലവറ കൂടാതെ അന്യോന്യം കൈമാറുവാനായിട്ട് സാധിക്കും. ശലോമോൻ്റെ സ്നേഹിതനായ സാബൂദിന് ശലോമോൻ്റെ തൻ്റെ രാജ്യത്തിൻ്റെയും സകല രഹസ്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. വാസ്തവത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹിതന്മാരായതുകൊണ്ട്, തൻ്റെ മക്കൾ നമ്മളായതുകൊണ്ട് നമ്മളും എത്ര ഭാഗ്യമുള്ളവരാണ്. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനായ അല്ലെങ്കിൽ തൻ്റെ മക്കളായ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ സകല മർമ്മങ്ങളെക്കുറിച്ചും സ്വർഗീയമായ എല്ലാ രഹസ്യങ്ങളും അറിയാനുള്ള ഭാഗ്യവും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കും എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. 25-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം. നമുക്ക് ഈ ശ്രേഷ്ഠമായ പദവി ലഭിച്ചത് അതിനെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹിതനാണ്, കർത്താവ് നമുക്ക് ആ പദവി തന്നിട്ടുണ്ട് എന്നുള്ള ആ ചിന്ത മറന്ന് കർത്താവിൻ്റെ സ്നേഹിതന്മാർ എന്നുള്ളതിനേക്കാൾ തരം താണു പോകുന്നുവോ എന്നുള്ളത് വളരെ ദുഃഖത്തോടെ ഭയത്തോടെ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. മോശയ്ക്കും ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് ലഭിച്ച ഒരാൾ തന്നെയാണ്. ദൈവം മോശയോട് അരുളി ചെയ്തത് മറപൊരുളായിട്ടല്ല, പകരം അഭിമുഖമായും സ്പഷ്ടമായിട്ടുമാണ് ദൈവം സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കൂ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. സ്നേഹിതൻ ഒരിക്കലും ഒരു കാര്യവും മറച്ചു വയ്ക്കുന്നില്ല. കർത്താവ് നമ്മോട് തൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി തരുമ്പോൾ നാം നമ്മുടെ കർത്താവിനോട് മറച്ചു വെച്ചുകൊണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പാടില്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവിനോട് ഒരു തുറന്ന സംഭാഷണവും കർത്താവുമായി തുറന്ന ഒരു ആത്മബന്ധവും നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. രാജാവിൻ്റെ സ്നേഹിതൻ വാസ്തവത്തിൽ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് എപ്പോഴും ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഏതൊരു പുരുഷനും സ്ത്രീയും മരണശിക്ഷ വരെ ലഭിക്കും എന്നുള്ളതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഞാനൊരു കാര്യം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രാജാവായ നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് സ്നേഹിതന്മാരായ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യഥേഷ്ടം കടന്നു ചെല്ലുവാനും അവിടെ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുവാനും യാതൊരു വിലക്കും നമ്മുടെ കർത്താവ് അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. നാം എബ്രായ ലേഖനത്തിൽ 4:16 വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തിലേക്ക് ചെല്ലുക എന്നാണ്. നമ്മുടെ വേദനകളും നമ്മുടെ ആവശ്യങ്ങളും ഹൃദയഭാരങ്ങളും അവിടെ വെച്ച് നമ്മുടെ കർത്താവിനോട് നമുക്ക് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജാവായ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കർത്താവ് തൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് നമ്മെ സന്തോഷമുള്ളവരാക്കി നടത്തുവാൻ കഴിവുള്ള ദൈവമാണ്. ഓ, എത്ര ശ്രേഷ്ഠമായൊരു പദവി, എത്ര മാന്യമായ ഒരു സ്ഥാനമാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ദാവീദിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു ഹൂശായി എന്ന് പറയുന്നയാൾ. അദ്ദേഹവും
ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നു. അപ്പോൾ തന്നെ നാം ഇപ്പോൾ വായിച്ച അല്ലെങ്കിൽ ചിന്തിച്ച ഭാഗത്തെ സാബൂതും ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സ്നേഹിതനായിരുന്നു. നമുക്കും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹിതന്മാരായി, കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ, ഏറ്റവും മാന്യമായ നിലയിൽ, ഏറ്റവും സന്തോഷകരമായ നിലയിൽ ആ രാജാവിൻ്റെ സ്ഥാനത്തിനും പദവിക്കും ഒത്തവണ്ണം പെരുമാറുവാൻ, ജീവിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളുമായി, നമ്മുടെ സങ്കടങ്ങളുമായി, ഏത് കാര്യവുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. ഒരു കൃപാസനം നമുക്ക് വേണ്ടി നമ്മുടെ സ്നേഹിതൻ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ നമുക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല. വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾക്ക് ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പലപ്പോഴും പലരിലും അതിനൊരു തടസ്സമുണ്ട്. എന്താണ് ആ തടസ്സം? പാപം എന്നുള്ളതാണ്. പാപത്തിനുള്ള പരിഹാരം അത് ക്രിസ്തു നൽകുന്നുമുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ എല്ലാറ്റിനും പരിഹാരമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കുവാൻ പര്യാപ്തമായ പുണ്യാഹ രക്തമാണ്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, നിങ്ങൾ ആരെങ്കിലും ഈ യേശുക്രിസ്തു എന്ന രാജാതിരാജാവിൻ്റെ സ്നേഹിതനാകാൻ പാപം തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. തൻ്റെ മരണം, രക്തം ചിന്തിയ തൻ്റെ മരണം നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ സന്ദേശം തുടർന്നുള്ള മണിക്കൂറുകളിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്രതാരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവന്, താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ,